THESNIMS ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ആണ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 2 വീഡിയോ ഇട്ടത് രണ്ടും ബേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഡൗട്ട് ചോദിക്കുകയല്ല, അവരെനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന പോലെ പറയുമായിരുന്നു, ഹൈ റാക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ബേക്ക് ചെയ്യുമ്പോൾ. ഒരിക്കലും ചെയ്യരുത്. മൈക്രോവേവ് ഓൺലി 2 റാക്ക് കിട്ടും. ഒന്ന് ലോ റാക്ക് ചെറിയ ലെഗ് ഉള്ളത്, ഒന്ന് ഹൈ റാക്ക്. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓവണിൽ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ, മറ്റേ വീഡിയോയിൽ ഞാൻ ശരിക്കും ഇത് ഉള്ളിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും മുകളിൽ ആണ് നമുക്ക് ഗ്രില്ലുള്ളത്. അപ്പം ഈ ഗ്രില്ലിൽ ഈ ഹൈ റാക്ക് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഗ്രില്ലിൽ നിന്നുള്ള ചൂട് ഇതിലേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ ലെഗുള്ള ഇത് യൂസ് ചെയ്യുന്നത്. കാരണം താഴെന്നോ സൈഡിൽ നിന്നോ ഒന്നും ചൂട് വരുന്നില്ല. അപ്പം നമ്മൾ ഹൈ റാക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ലോ റാക്ക് തന്നെ യൂസ് ചെയ്യണം. കാരണം ഓവൻ്റെ ഉള്ളിൽ മുഴുവൻ ചൂടാണ്. അപ്പോൾ ഇവിടെ ഇതിൽ വെക്കുമ്പോൾ, ഇത് ചെറിയ ലെഗ്, ഇതിൽ വെക്കുമ്പോൾ പാത്രം സെൻട്രലായിട്ട് വരും. ഇപ്പോൾ ഇതിൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമോ എന്നറിയില്ല, പാത്രങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിൽ വെക്കുന്നതും ഇതിൽ വെക്കുന്നതും കണ്ടില്ലേ, ഈ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ഇവിടെയാണ് ഗ്രില്ലെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് ചൂടെത്താൻ വേണ്ടിയിട്ടാണ് ഹൈ റാക്ക് യൂസ് ചെയ്യുന്നത്. ലോ റാക്ക് ഇതേപോലെ ഓവന്റെ സെൻട്രൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ലോ റാക്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. എന്നാലേ, അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബേക്ക് ചെയ്യുമ്പോൾ മോൾ ഭാഗം കൂടുതൽ മേലേക്ക് നിൽക്കുമ്പോൾ കൂടുതൽ ചൂട് വന്നിട്ട് അത് ആ ഭാഗം കരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഹൈ റാക്ക് യൂസ് ചെയ്യരുത്. ബേക്ക് ചെയ്യാൻ എപ്പോഴും ലോ റാക്ക് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഒരു വ്യൂവർ സംശയം ചോദിച്ച ആ വ്യൂവർ ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിവേ, നമുക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് മോൾഡ് ഞാൻ ഇതുപോലെയുള്ള ഒരു മോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു 20 റുപ്പീസ് കണ്ട് ഇതിനുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ വില കൂടിയതൊക്കെ ഉണ്ട്, പല ഷേപ്പിൽ. എനിക്ക് കുറേ കളക്ഷൻ ഉണ്ട് ചോക്ലേറ്റ് മോൾഡിന്റെ. അപ്പോൾ ഞാൻ വലിയ കോസ്റ്റ്ലി ആയിട്ടൊന്നും വാങ്ങിയിട്ടില്ല. ഞാനൊരു ചെറിയ വിലേൻ്റെ കുറേ എണ്ണ കളക്ഷനാണ് എൻ്റെ അടുത്തുള്ളത്. സിലിക്കോണിൻ്റെ ഉണ്ട്, വേറെ ഒരു കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ശരിക്ക് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ ഒഴിച്ചിട്ട് ആദ്യം നമ്മളൊരു ലെയർ ഒഴിച്ചിട്ട് ശരിക്കും ഇങ്ങനെ കമഴ്ത്തി പിടിക്കുക. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള എല്ലാം എക്സസ് ആയിട്ടുള്ളതൊക്കെ പോവും. എന്നിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് രണ്ടാമത് മുകളിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ചെരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ചെരിച്ച് പിടിച്ചാൽ, ഞാൻ എന്താണ് ഈ പറയണേന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. വീഡിയോ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ളതാണ് ഈ ചെരിച്ച് പിടിച്ചിട്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ആണ്. സാധാരണ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ചോക്ലേറ്റ് ആണ് കിട്ടുക. അതിലത്തെ മിൽക്ക് ചോക്ലേറ്റ് ആണ് നമുക്ക് സാധാരണ നമ്മളൊക്കെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ആ ഒരു ഇത്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരുണ്ട്. ഇപ്പം എൻ്റെ മോനൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചോക്ലേറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. അത് കുറച്ചൊരു ബീറ്റർ ടേസ്റ്റ് ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബട്ടർസ്കോച്ച് ചോക്ലേറ്റ്. ബട്ടർസ്കോച്ച് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതൊന്ന് കാരമൽ ആവുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. പഞ്ചസാര എല്ലാം ഉരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈറ്റ് കാരമലായിട്ടുണ്ട്. നല്ല കാരമലാവണമെങ്കിൽ കുറച്ചും കൂടെ സമയം വെച്ചാൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് നട്ട്സ്, ഏത് തരം നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ 3 തരം നട്ട്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാഷ്യൂ, പിസ്ത, ബദാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇത്
ഇത് ഇനി നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പീസ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി മുറിക്കുക. നമുക്ക് ഒരു പാത്രത്തിലേക്ക്, മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ്, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇത് ഞാനിപ്പോൾ മൈക്രോ ചെയ്യുന്നതുകൊണ്ടാണ് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നത്. നമുക്ക് മൈക്രോ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെയുള്ള പാത്രം, വെള്ളം വെച്ചിട്ടുള്ള പാത്രം ചെറുതും ഈ പാത്രം കുറച്ച് വലുതുമായിരിക്കണം. അതിൽ നിന്ന് ചോക്ലേറ്റിന് ആവി ഇതിലേക്ക് കയറാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് മൈക്രോ ചെയ്തെടുക്കാം. നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 45 സെക്കൻഡ്സാണ് മൈക്രോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതിലുള്ള എന്തെങ്കിലും ചെറിയ പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ആയിക്കോളും, മെൽട്ടായിക്കോളും. ഇത് കണ്ടപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ എന്തായാലും ചോദിച്ചോളൂ, എല്ലാം ഞാൻ ക്ലിയർ ചെയ്യും. ഇതിങ്ങനെ ചെരിച്ച് വെച്ച് മോൾഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരണം. ഇതുപോലെ ചെയ്യണം. ഇതുപോലെ ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളത് നമ്മൾ എടുക്കണം. നമ്മൾ കമഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇത് ചെരിച്ച് പിടിച്ച് നമ്മളെ ചോക്ലേറ്റിൻ്റെ ബൗളിലേക്ക് തന്നെ പിടിച്ചാൽ മതി. ഇതിങ്ങനെ ചെരിച്ച് പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ എക്സസ് ആയിട്ടുള്ളത് പുറത്തേക്ക് വരും. കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലൊരു ക്ലോത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ചോക്ലേറ്റ് ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാനിതൊന്ന് ക്ലീൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിനി നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി, ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്നിട്ട് വേണം ഫില്ലിങ് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തന്നെയൊന്ന് ഒന്നുകിൽ ഇത് പറിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടർ പേപ്പർ നിർബന്ധമില്ല കേട്ടോ. ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ട് കൊടുത്താൽ പിന്നെ കാരമൽ ചെയ്തത് ഒഴിച്ചാൽ മതി. എന്നിട്ട് ചൂടാറിയ ശേഷം എടുത്തിട്ട് നമുക്കപ്പോൾ അതിൽ നിന്ന് അടിയിൽ നിന്ന് ഒരു കത്തി കൊണ്ട് വന്നുകൊണ്ടെങ്കിൽ ആക്കുമ്പോഴേക്ക് അത് പെട്ടെന്ന് ഇളകി വരും. എന്നിട്ട് നമ്മളതൊന്ന് കല്ലുകൊണ്ടോ പിന്നെ നമ്മൾ ഈ ചതയ്ക്കുന്ന ഇതുപോലെയുള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ മിക്സിയിലാണെങ്കിലും അധികം പൊടിയരുത്, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. 5 മിനിറ്റ് വെച്ചതായിരുന്നു, എടുത്തു. ഇത് ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോ മോൾഡിലൂടെ കുറേശ്ശെ ചേർത്താൽ മതി. നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റാണ്. എന്നിങ്ങനെ ടാപ്പ് ചെയ്യാം. നമ്മളിനി ഫ്രിഡ്ജിൽ വയ്ക്കാം ഒരു 15 മിനിറ്റ്. താഴെ വെച്ചാൽ മതി കേട്ടോ, ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് 15 മിനിറ്റായി. നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്ത് ഒരു മോയ്സ്റ്റ് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരു ഇങ്ങനെ വരുമ്പോഴാണ് ഇത് ശരിക്കും സെറ്റായി എന്നുള്ളത് മനസ്സിലാവുക. 15 മിനിറ്റ് കൊണ്ട് എന്തായാലും ആവും. എന്നാലും ഞാൻ പറഞ്ഞു തരാം, സാധാരണ ചോക്ലേറ്റിൻ്റെ കളറല്ല, മഞ്ഞ് പോലെ ഇങ്ങനെ
അതുണ്ടാകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിങ്ങനെ ആക്കുമ്പോഴേ താഴെ വിടും കേട്ടോ. എല്ലാം നല്ല ഇതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒരു സാധാരണ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഒരു 8-10 മണിക്കൂർ പുറത്ത് വയ്ക്കുക. ഡൈനിങ് ടേബിളിൽ അങ്ങനെ നിരത്തി വെച്ചാൽ മതി, പ്ലേറ്റിലോ എന്തിലെങ്കിലും ആക്കിയിട്ട്. കാരണം ഇതിൻ്റെ ആ മോയിസ്റ്റ് ഒന്ന് പോവാണ്ട്. അപ്പോൾ ആ മോയിസ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പാക്ക് ചെയ്യാൻ പറ്റും. ഈസി അല്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് മൈക്രോയിലാണ്. മൈക്രോയിലാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 45 സെക്കൻഡ്സ്, ആദ്യം ഒരു 30 സെക്കൻഡ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് 15 സെക്കൻഡ് കൂടെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യണം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ അടിയിൽ വെക്കുന്ന പാത്രം ചെറുതായിരിക്കണം, വെള്ളം തിളപ്പിക്കുന്ന പാത്രം. മുകളിൽ വെക്കുന്ന ചോക്ലേറ്റ് വെച്ച പാത്രം കുറച്ച് വലുതായിരിക്കണം. കാരണം ഈ താഴെ നിന്നുള്ള ആവി മുകളിലേക്ക് വരാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. കുറച്ചും കൂടെ ചോക്ലേറ്റ് റെസിപ്പീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കുറേ റെസിപ്പീസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ചോക്ലേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അതിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നേക്കാം. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്, കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുള്ള ഇപ്പോൾ സൗദിയിലും ഒമാനിലൊക്കെ ക്ലാസ് വരുന്നുണ്ട്, ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തരും. ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ ഓവണിൽ നിങ്ങളാണ് കുക്ക് ചെയ്യുന്നത്, ഞാനല്ല. കാരണം ഓവണിൽ ഒരുപാട് സെറ്റിങ്സാണ്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം ഓരോ ഓവണിലേക്ക് പോകുമ്പോൾ സ്വിച്ചസിൽ ഒരു ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പവർ ലെവൽ എന്താണെന്ന് അതൊക്കെ എഴുതി കാണിക്കുക. ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻ എല്ലാത്തിലും സെയിം ആണ്, പക്ഷേ എഴുതി കാണിക്കുന്ന ഒരു മോഡലിൽ നിന്ന് ഒരു മോഡലിലേക്ക് പോകുമ്പോഴേക്ക് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യാം. ചെറിയൊരു ഫീ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുക. ക്ലാസ്സസ് മൈക്രോ മാത്രമുള്ള ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ ബേക്കിംഗ് ക്ലാസ്സസ് വേറെ ആയിട്ടുണ്ട്. OTGക്കാർക്കുള്ള ബേക്കിംഗ് ക്ലാസ് ഉണ്ട്, അല്ല ഓവണിലാണ്, മൈക്രോവേവ് ഓവണിലുള്ള ബേക്കിംഗ് ക്ലാസ്സും ഉണ്ട്.